എറണാകുളത്ത് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് ലഹരി നൽകിയെന്ന പോലീസ്. ഇന്നലെ രാത്രി നടന്ന റെയ്ഡിൽ നടത്തിപ്പുകാരായ 2 മലയാളികളും ഇതര സംസ്ഥാനക്കാരായ 6 സ്ത്രീകളും ഒരു ഇടപാടുകാരനും അറസ്റ്റിലായി. കേസിലെ മുഖ്യ കണ്ണി മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ റെയ്ഡ് ഏകദേശം 11:30 മണിയോട് ആയിരുന്നു അവസാനിച്ചത്. പോലീസിന് ഇവിടെ ഒരു എറണാകുളം സൗത്ത് ഭാഗത്ത് ഒരു വീട്ടിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥാപനം നടത്തുന്ന 2 പേരും ഒപ്പം ഒരു ഇടപാടുകാരനും 6 ഇതര സംസ്ഥാന സ്ത്രീകളും ഉൾപ്പെടെ 9 പേരെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള അക്ബർ അലിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനവും. ഇയാൾ ഈ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവർക്ക് ലഹരി നൽകി പിന്നീട് ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് ഇവരെ അനാശാസ്യ പ്രവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അക്ബർ അലിയുടെ ഫോണിൽ നിന്നും ഇതിനുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകളും പെൺകുട്ടികളുടെ ചിത്രങ്ങളും ഒക്കെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. IT പ്രൊഫഷണലുകളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഇയാളുടെ വലയിൽ അകപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്, കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ സമാനമായ രീതിയിൽ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷെ അവിടെ പോയി പരിശോധിച്ചപ്പോൾ ഈ വിവരം നേരത്തെ തന്നെ മനസ്സിലാക്കി ഇവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നീട് ഇവരുടെ പുറകിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം. പിന്നീടാണ് മനസ്സിലായത് ഇവർ എറണാകുളം സൗത്തിൽ സമാനമായ രീതിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന വിവരം ലഭ്യമാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 9 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. ഇന്നലെ പോലീസ് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഈ സ്ഥാപനം നടത്തിക്കുന്ന 2 പേരും, ഈ അക്ബർ അലി ഉൾപ്പെടെ മറ്റൊരാളും ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. അവരെ 3 പേരെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന 6 പെൺകുട്ടികളെ, അവർ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ്, 6 പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഈ അക്ബർ അലിയുടെ വലയിലായെന്ന വിവരം കൂടിയാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. അത് പ്രണയം നടിച്ചാണ് പെൺകുട്ടികളെ വശത്താക്കുകയും പിന്നീട് അവർക്ക് ലഹരി നൽകി ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ശേഖരിച്ച് അത് ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഈ പെൺകുട്ടികളിൽ നിന്നും ലക്ഷങ്ങളാണ് അക്ബർ അലി തട്ടിയെടുത്തതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അക്ബറിനെ എതിരെ കൂടുതൽ കടുത്ത ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി നവമി, ഇതോടൊപ്പം